ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു ട്രാവലിന്റെ പ്രിപ്പറേഷൻസ് ആണ് കാണിച്ചു തരുന്നത്. പ്രിപ്പറേഷൻസ് എന്ന് പറയാൻ മാത്രമില്ല, എന്നാലും ഒരു കുഞ്ഞു ഹാൻഡ് ബാഗിൽ എന്തൊക്കെ സാധനങ്ങൾ ഞാൻ ട്രാവലിന് വേണ്ടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ കാണിച്ചു തരുന്നത്. പിന്നെ പ്രത്യേകമായിട്ട് പറയട്ടെ, ഈ ബാഗിനെ കുറിച്ച് ഇതൊരു അടിപൊളി ബാഗാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. 269 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഇത് മേടിച്ചത് കേട്ടോ. ശരിക്കും അടിപൊളിയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്, പിന്നെ ഭയങ്കര സ്പേഷ്യസ് ആണ്. എന്നാൽ ഭയങ്കര ജൈജാൻറ്റിക് ബാഗാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ബാഗാണ് കേട്ടോ. അതിൽ ഞാനൊരു ബോട്ടിൽ വെക്കുന്നുണ്ട്, ഒരു വളരെ ചെറുത് 200 ml മറ്റോ കൊള്ളുന്ന ഒരു ചെറിയ വാട്ടർ ബോട്ടിലാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഒരു ജനറൽ നോട്ട്ബുക്കാണ് ഉള്ളത്. ഇതൊരു ചെറിയ ഹാൻഡ് ബുക്കാണ്, അത് അവിടെ പോയി. ചെറിയൊരു ഹാൻഡ് ബുക്കാണ്. കാരണം എന്തെങ്കിലും ആവശ്യം വരിക, അല്ലെങ്കിൽ നമുക്ക് ഈ ആർക്കെങ്കിലും എന്തെങ്കിലും എഴുതി കൊടുക്കാനുണ്ടാവുക, ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ നോട്ട്ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു പേനയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു നോട്ട്ബുക്ക് കൈവയ്ക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് എന്നും ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ്. ലിപ് ബാം. ഇത് മമ എർത്തിൻ്റെ ലിപ് ബാമാണ്. ഞാൻ കുറച്ച് കാലമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അതുപോലെ തന്നെ ഒരു കോമ്പാക്ട് പൗഡറാണ്. പണ്ടൊക്കെ പൗഡർ നമ്മൾ മറ്റേ നോർമൽ പൗഡറാണ് കൊണ്ടുപോകുക, ഇപ്പോൾ കോമ്പാക്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്കും ഹസ്ബൻഡിനും മോൾക്കും വേണ്ടിയിട്ട് 2 ടൈപ്പിലുള്ള ചീർപ്പ് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക്, ഇത് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. എനിക്കതിൻ്റെ ഷെയ്ഡ് ഞാൻ നോക്കിയിട്ടില്ല. അതുപോലെ അത് നല്ലതാണ് കേട്ടോ, കാണാൻ നല്ല രസമാണ്. പക്ഷെ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, പക്ഷേ ഇട്ടാൽ നല്ല രസമായിരിക്കും. എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ലിപ്സ്റ്റിക്ക് വളരെ വൃത്തിക്കുള്ളതും കിട്ടുന്നത്. പിന്നെ സൺഗ്ലാസസ് ആണ്. ഇത് മോളുടെയാണ്, ഹൂപ്പർ എന്ന് പറയുന്ന സൺഗ്ലാസ്. ലെൻസ് കാർട്ടിൻ്റെയാണ് കേട്ടോ. ഒരു കുഞ്ഞു കുട വയ്ക്കുന്നുണ്ട്, നമ്മുടെ 5 ഫോൾഡ് കുടയില്ലേ, അതാണ് വെക്കുന്നത്. അത് കാരണം നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനത്തെ ബാഗുകളിലൊക്കെ 5 ഫോൾഡ് കുടയായിരിക്കും കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ഒരു ചെറിയ പൗച്ചാണ്, കാരണം ഇത് നമുക്ക് വെള്ളം നനയുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തുള്ള ഒരു ബാഗാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും ലീക്ക് ആവില്ല. നമ്മുടെ പേസ്റ്റ്, ഫേസ് വാഷ്, ബ്രഷ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനത്തെ ഒരു പൗച്ച് നല്ലതാണ്, കാരണം ബാഗിൽ റഫായിട്ടിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ അത് ഹൈജീനിക് ആയിരിക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിന് ഉപയോഗിക്കാനും എടുക്കാനും പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ സൺഗ്ലാസ്സാണ്, ഫെലേഡയാണ്. എൻ്റെ എന്ന് പറയാൻ പറ്റില്ല, ഹസ്ബൻഡിൻ്റെ പഴയതാണ്. പക്ഷെ എനിക്ക് ഇട്ടപ്പോൾ സാധാരണ ഞാൻ ഇതുപോലെ ലെൻസ് കാർട്ടിനെ മേടിച്ചിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു കരുണാനിധി എഫക്റ്റ് ഒക്കെ ആയിരുന്നു. പിന്നെ ഇത് ഹസ്ബൻഡിൻ്റെയാണ്, പുള്ളി പിന്നെ റെയ്ബാൻ്റെ ആളാണ്, അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇത്രയാണ് സൺഗ്ലാസസിൽ വരുന്നത്. അപ്പോൾ 3 പേരുടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു വാലറ്റാണ്. വാലറ്റിൽ ഞാൻ അത്യാവശ്യം കാർഡ്സും അതുപോലെ തന്നെ മിനിമം കാര്യങ്ങളൊക്കെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രഷ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു വെറ്റ് വൈപ്സ് ആണ് കേട്ടോ. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കാരണം ഒട്ടും ഫ്രഷ് ആയിട്ടില്ലെങ്കിലും വെറ്റ് വൈപ്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ യാത്ര ഇൻ്റർനാഷണൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നിർബന്ധമായിട്ടും ക്യാരി ചെയ്യേണ്ട ഒരു കാര്യമാണിത്, പാസ്പോർട്ട്സ്. അപ്പോൾ ഹസ്ബൻഡിന് 2 പാസ്പോർട്ട്സാണ് ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ 2 എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെയും മോളുടെയും ഓരോ പാസ്പോർട്ട്. അപ്പോൾ 2 എല്ലാവരുടെയും പാസ്പോർട്ട്സും ഞങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ട്. ഇത് ഈ ബാഗിൽ തന്നെയാണ് കേട്ടോ. പിന്നീട് ഹസ്ബൻഡിന് ഞാൻ കൊടുക്കും. പിന്നെ ഒരു ടവല്, ഇതൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ്. അത് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും എമർജൻസി മോളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം, വൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കാം എന്നുള്ളതാണ്. പിന്നെ യൂണിവേഴ്സൽ അഡാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് ഗസ് ചെയ്യണേ. പിന്നെ നമ്മൾ ലേഡീസ് ഐറ്റംസ് കുറച്ച് 1-2 ഹെയർ ബാൻഡുകളൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ബഡ്സ് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ ചെവിയിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എടുക്കാറുണ്ട്. എടുത്തു പറയേണ്ടത് ഈ ബാഗിനെ കുറിച്ചാണ്, അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.